ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കല്ലേ? അല്ല, മഴക്കാറുണ്ട്, പക്ഷെ അത് വെയിലായോണ്ടേ അപ്പുറത്തണ്ടല്ലേ സൂര്യൻ. ഇൻട്രോ അവിടെ മേലെന്ന് പറഞ്ഞിട്ട് നിർത്തി. ഞാനിത് തുണിയൊക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നവമി ദശമീൻ്റെ ഒക്കെ നല്ല നല്ല പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ടല്ലോ പാളയത്ത്, തളീൻ്റെ അവിടെ. അപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ദിവസമായിട്ട് പുറത്ത് ഇറങ്ങിയിട്ടില്ല. കാരണം എനിക്കും മോനും പനിയായിരുന്നു. രണ്ടാൾക്കും ഇപ്പോഴും റെഡി ആയിട്ടില്ല. നല്ല ജലദോഷവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നെന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ പനി മാറാൻ കാത്തുനിന്ന് ചിലപ്പോൾ അത് തീർന്നു പോയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. വർക്ക് കഴിഞ്ഞ് ഇപ്പം അങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അത് ചെയ്ത് തീർത്താൽ മനസ്സമാധാനത്തോടെ പോയിട്ട് വരാം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എത്തുന്നതിന് മുമ്പ് തിരിച്ച് വീട്ടിൽ വരാമെന്നുള്ള ചിന്തയായിരിക്കും. ഭയങ്കര ഓട്ടത്തിലാണ്. പിന്നെ മോനൊന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. ഇനി അവനൊന്ന് വിളിച്ചിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം, കുളിക്കണം, ഡ്രസ്സ് മാറ്റണം, എന്നിട്ട് നേരെ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് വരണം. അപ്പോൾ വെൽക്കം ടു നിത്യ ദി അൺഫിൽറ്റർഡ്. ഒരാളെ കാണിച്ചു കേട്ടോ. രണ്ടാൾക്കാരുണ്ട്, ഒരാൾ മിസ്സിംഗ് ആണ്. എവിടെ മറ്റാളെവിടെ? മറ്റാളെവിടെ? നീ വില്ലനായിട്ടുണ്ടല്ലോടാ. മറ്റാളെവിടെ? ഓക്കെ, ബൈ 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 ബൈ. എന്താ നിനക്കൊരു കൂസലും ഇല്ലല്ലോ? എവിടെ നിന്റെ ഗേൾഫ്രണ്ട്? എവിടെ ഗേൾഫ്രണ്ട്? എവിടെ? ഓക്കെ, ബൈ. എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ടോ? ഇവിടെ നോക്കാം. ഇവിടെ ഞാനിവിടെ മേലെന്ന് തുണിയെല്ലാം എടുത്ത് വരുമ്പോഴത്തേനും ഒരാളിവിടെ എണീറ്റിട്ടുണ്ടായിരുന്നു. നമ്മൾ പോവാ ഒരു സ്ഥലത്ത്. എന്താ ഉറക്കം മതിയായിട്ടില്ലേ? ആരെന്തോട് വാറ്റാനാ പടി? ആരെന്ത് വാറ്റാൻ? നമ്മൾക്ക് ഒന്ന് ഇവിടെ പോയാലോ? തിലുവിന്റെ വേറൊരു സ്ഥലമാണ് കേട്ടോ, താലി. അപ്പൊ അവിടെ നവമി ഇല്ലേ, പൂജ, നവമി ദശമി. അപ്പൊ നവമി ദശമി ആയതുകൊണ്ട് അവിടെ കുറെ പരിപാടികൾ നടക്കും. നമുക്കൊന്ന് അവിടെ പോയി വന്നാലോ? ഫുള്ള് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് ദിവസമായിട്ട് അവനൊരു ദോശ വാങ്ങിക്കൊടുക്കാൻ പറയുന്നുണ്ട്. ദോശേൻ്റെ ആളാണ്, ഗീ റോസ്റ്റ്. അപ്പോൾ അതും കൂടെ ഒന്ന് കഴിച്ചിട്ട് തിരിച്ചു തരാം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് പാറുകളിനോട് ചോദിച്ചാലോ, പാറുകൾ വരുന്നുണ്ടോന്ന്? പാറുകൾ ഞങ്ങളെ നെയ്ബറാണ്. അപ്പോൾ പാറുകളിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തില്ലു കുറച്ചും കൂടെ ഫ്രീ ഹാപ്പി ആയിരിക്കും. അപ്പോൾ നമ്മളും ചോദിച്ചു പോട്ടെ, വരുമോന്ന് അറിയില്ല കേട്ടോ. പാറുവിനും പനിയാണ്. അപ്പോൾ ഒന്ന് നോക്കി നോക്കാം. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് എന്തായാലും പെട്ടെന്ന് പോവാം. ഓക്കെ 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 പറ. ഓക്കെ ഓക്കെ. എന്താ ചെയ്യണേ? എന്താ ചെയ്യണേ? ഇവിടെ കയറി കേട്ടോ. ഇവിടെ കയറി നോയിക്കോ. 7 മണിയാവുമ്പോ ഇറങ്ങാന്നുള്ളതാണ് പ്ലാന്. സമയം എത്രയാ വാവേ? പെട്ടെന്ന് നോക്ക്. 6:45 ആയോ? സമയത്തിന്റെ കാര്യത്തില് പിന്നെ ഞാന് അഗ്രഗണ്യാണ്. സമയവും പിന്നെ പ്ലാനിങ്ങും. അതുകൊണ്ട് 6:50 എത്രയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. എന്തായാലും ഒരു 5 മിനിറ്റിൽ ഇറങ്ങണം. ഇവിടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ തളീൻ്റെ അവിടേക്ക്. അപ്പോൾ സ്കൂട്ടറിൽ പോകാൻ വിചാരിച്ച്. കാരണം ഞങ്ങളിവിടുത്തെ റോഡ് ഭയങ്കര തിരക്കാണ്. ഇതിൽ ശരിക്കും വണ്ടി ഓടിച്ച് പോകാൻ തന്നെ മടിയാവും. ഒരു ദിവസം ഞാൻ വീടിൻ്റെ അവിടുന്ന്, അന്ന് കാറിലായിരുന്നു, വീട്ടിൻ്റെ അവിടുന്ന് ഒരു 100 മീറ്റർ മാറിയിട്ട് ബ്ലോക്കിൽ അവിടെ പെട്ടു. അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്താനായിട്ട് 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കും, കാർ അവിടെ ഇട്ടിട്ട് ഇറങ്ങി നടന്നാലോ എന്നുള്ളത്.
കാരണം അത്ര റഷാണ് ഇവിടെ. റോഡ് ചെറിയ വീതിയിലാണ്. ഇതിലാണെങ്കിൽ എപ്പോഴും ബസ് ഇങ്ങനെ ചീറി പാഞ്ഞു പോകും, അതുകൊണ്ട് എപ്പോഴും ബ്ലോക്ക് ആവും. സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഒന്ന് വേറെ എന്തെങ്കിലും വണ്ടിയൊക്കെ കയറി പോകാൻ തോന്നുന്നു. എനിക്ക് ബസ്സോ അല്ലെങ്കിൽ ഓട്ടോയിലൊക്കെ പോകാൻ തോന്നുന്നു. ഈ റോഡിലൂടെ ശരിക്ക് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മടുപ്പാവും, നല്ല ക്ഷീണമായി പോവും. പിന്നെ പെട്ടെന്ന് പോയിട്ട് വരാനൊക്കെ ഇപ്പം എന്തായാലും നമ്മൾ തന്നെ വണ്ടി എടുക്കാതെ പറ്റൂലല്ലോ. ഞങ്ങൾ അമ്പലത്തിൽ കയറുന്നില്ല, കാരണം മൊത്തത്തിൽ അങ്ങോട്ട് ഫ്രഷ് അല്ല, ജസ്റ്റ് പുറത്ത് മാത്രം. പിന്നെ അമ്പലത്തിൽ കയറാനുള്ള സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ഓൾമോസ്റ്റ് 7 മണി ആവാനായില്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ പുറത്ത് കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. പിന്നെ പാറു ഇല്ല, കാരണം പാറുവിൻ്റെ അമ്മയ്ക്ക് പീരീഡ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ 6:45 ഓക്കെ. പാറുവിൻ്റെ അമ്മയ്ക്ക് പീരീഡ്സ് ആണ്, അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിനുള്ളിൽ കയറുന്നൊന്നുമില്ല. പക്ഷെ എന്തായാലും ശീലിച്ചു പോയ കാര്യമല്ലേ, അപ്പോൾ തെറ്റ് പറയാനില്ല. എന്തായാലും ഓൾമോസ്റ്റ് റെഡിയാണ്. അപ്പം എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങട്ടെ. അല്ല കഴിഞ്ഞിട്ടില്ലേ, കണ്ണൊക്കെ ഒന്ന് എഴുതണ്ടേ, ഒന്ന് ഗ്ലാമറായിട്ട് പോവാം അല്ലേ കുഞ്ഞു? മോനിവിടെ റെഡി ആയിട്ട് നിന്നു. നമുക്ക് എന്തായാലും പിന്നെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാലാണ് മനസമാധാനത്തോടെ പോയിട്ട് വരാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെങ്കിലും തിരിച്ചെത്താന്നുള്ളതാവും നമ്മളെയൊക്കെ ചിന്ത. അപ്പോൾ അങ്ങനെ. പിന്നെ ഞാനൊക്കെ പെട്ടെന്ന് ഉറങ്ങുന്ന ആളാ. ഞാനും മോനും ഒക്കെ ഒരു 9-9:30 അങ്ങനെയൊക്കെ മാക്സിമം. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശീലങ്ങൾ മൊത്തം മാറും. രാവിലെ പിന്നെ എണീറ്റ് തലവേദനയായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വാവേ അതൊന്നും എടുക്കടാ, അത് രണ്ടൊന്നും എടുത്തേ. അമ്മൻ്റെ ബാഗിന്നേ ഒരു പൗച്ച് ഉണ്ട്, അതൊന്ന് എടുത്തിട്ട് വരുമോ? ഒരു ഗ്രീനും അതിൻ്റെ മേലെ ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള ഒരു പൗച്ച് ഉണ്ട്, അതൊന്ന് എടുത്തിട്ട് വരുമോ? ഞങ്ങളുടെ ഇവിടെ നെയ്ബർ ആദ്യം ഒരു ഭവാനി ഉണ്ടായിരുന്നു. അവര് തമിഴ്നാടാണ്. അപ്പോൾ ഭവാനീൻ്റെ അമ്മയൊക്കെ ഇങ്ങനത്തെ കാര്യത്തിന് ഭയങ്കര ഉഷാറാണ്, ഇങ്ങനെ പോകാനൊക്കെ ആയിട്ട്. അമ്പലം എന്ന് പറഞ്ഞാൽ അങ്ങനെ. ഞാനൊക്കെ ഒന്ന് അമ്പലത്തിലേക്ക് എത്തിപ്പെടുക പറഞ്ഞാൽ എനിക്കിങ്ങനെ ഒരാഴ്ച മുന്നേ ഒരു ഉൾവിളി ഇങ്ങനെ വരണം, വാ 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 ഇങ്ങനെ ഉൾവിളി വന്നാലേ ഞാൻ അങ്ങോട്ട് എത്തുള്ളൂ. അങ്ങനെ പെട്ടെന്നൊരു തീരുമാനത്തിൽ അങ്ങനെ അങ്ങോട്ട് പോകും. ശരിക്കും നല്ല രസമാട്ടോ ഇവിടെ തളീൻ്റെ അവിടെ എത്ര ഇരുന്നാലും സമയം പോവില്ല. ഒരു 5:30-6 മണി ആ ഒരു സമയമാകുമ്പോൾ അവിടെ എത്തണം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകും, ഞാനും മോനും അങ്ങനെ ബോറടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് അധികം അവിടെ പോയിട്ട് ഇരിക്കാറുണ്ട്. കുഞ്ഞുട്ടാ കിട്ടിയാ അമ്മ വരുന്നോടാ? എവിടെ എത്തി? മാപ്പ് നോക്കിയിട്ട് എവിടെ എത്തി? ഏത് ഡണ്? അവന് ഈ മാപ്പിൽ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും നോക്കുന്നത് ഭയങ്കര ഒരു ഹോബിയാണത്. തെറ്റ് പറയാനില്ല, കാരണം ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അന്നൊക്കെ ഒരു ഗ്ലോബ് ഉണ്ടല്ലോ. അപ്പോൾ ക്ലാസ്സിൽ ഇങ്ങനെ ഗ്ലോബ്, ഈ സോഷ്യൽ സ്റ്റഡീസ് ആയിരുന്നു തോന്നുന്നുണ്ട്, അത് പഠിക്കുന്ന സമയത്ത് ഗ്ലോബ് ഇങ്ങനെ കൊണ്ടുവെക്കും. അപ്പോൾ അതിങ്ങനെ കറക്കി 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 ഇപ്പോഴും അതെ, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പോയിട്ട് വരും. അതൊരു രസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞു. ഓക്കെ ആണോ? മുടി കെട്ടിയിടാം അല്ലേ? കെട്ടിയിടാം. എൻ്റെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റാണ്, അവൻ പറഞ്ഞിടും എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഡ്രസ്സ് എടുക്കാനൊക്കെ കൂടെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് പറയാം, അമ്മച്ചി ഇത് എടുത്തോ, ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ മുടി കെട്ടണമെങ്കിൽ, മുടി അഴിച്ചിടണമെങ്കിൽ, മുടി കട്ട് ചെയ്യാൻ ഞാൻ മുടി കട്ട് ചെയ്യണമെന്ന് അവന് ഭയങ്കര ഇഷ്ടമാണ്. ബോയ് കട്ട് അടിക്കാൻ ഞാൻ മുമ്പ് ഒരിക്കലും അടിച്ചിരുന്നു. അപ്പോൾ അതേപോലെ അടിക്കാൻ വേണ്ടിയിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിഷ്ടമാണ്, പക്ഷെ ഇതിപ്പോൾ ഇത്ര നീണ്ട സ്ഥിതിക്ക് അങ്ങോട്ട് മനസ്സ് സമ്മതിക്കണില്ല. പിന്നെ അപ്പോൾ അത്രയ്ക്കാണ് കാര്യങ്ങൾ. എഴുതാൻ മറന്നുപോയി.
അല്ലേലും ഇത് ആവശ്യ നേരത്തെ എന്തെങ്കിലും തപ്പിട്ടുണ്ടെങ്കിൽ അതപ്പോൾ കാണൂലേ. ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാണിത്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അവര് കുറച്ച് പഴയ പ്രൊഡക്റ്റാണ് തന്നത്. ഓരക്കിന്നെ നല്ല റേറ്റ് ഉണ്ട് ഇത്. അപ്പോൾ ഞാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഇത് ഉപയോഗിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ഡേറ്റ് ഒക്കെ ഒന്ന് നോക്കിയത്. പിന്നെ തിരിച്ച് കൊണ്ടു കൊടുക്കാനും വയ്യ, അതുകൊണ്ട് തൽക്കാലം ഇത് അങ്ങോട്ട്. അപ്പോൾ ഇതിന് കറുപ്പ് കുറച്ച് കുറവാണ്. തൽക്കാലം നമ്മൾ കിട്ടിയത് വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. വേറെ ഒന്നും ചെയ്യാണ്ടല്ലോ. ഓൾ സെറ്റ്. പൊട്ട് പിന്നെ നമ്മളെ ലിസ്റ്റിലേ ഇല്ലാത്ത കാര്യമാണ്, അത് ഇവിടെ ഇല്ല പൊട്ട്. എന്നാ പോവാം, നമുക്ക് സ്കൂട്ടറിൽ പോവാ അല്ലേ? പപ്പനെ വിളിച്ചു നോക്കിയാലേ തിരിച്ചിങ്ങോട്ട് വരാനായിട്ട് പപ്പ ഉണ്ടാവോ? നമുക്ക് ബസ്സിന് പോവായിരുന്നോടാ. പക്ഷെ പപ്പനെ വിളിക്കണമെങ്കിൽ പപ്പന്റെ വർക്ക് കഴിഞ്ഞിട്ട് ഉണ്ടാവില്ല. അത് തൽക്കാലം ഞങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഞങ്ങൾ തന്നെ പോയിട്ട് വരാം. അതാവുമ്പോ അവിടെ എത്തും. അല്ലാന്നുണ്ടെങ്കിൽ കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ എത്തൂല. കുറച്ച് സ്പ്രേ കൂടെ അടിച്ചാൽ കഴിഞ്ഞു. സ്വാഹ. ഓക്കെ, അപ്പൊ ഓൾ സെറ്റ്. ഞാൻ അതാ കുഞ്ഞിട്ടന്റെ കൈയൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ. അതാ കൈ എത്രയുണ്ട്. മുടി നന്നാക്കിയിട്ടില്ലല്ലോ. ഇതെന്താ, ഇത് ബാഹുബലിന്റെ കയ്യോ? ബാഹുബലി അല്ല. ബാഹുബലി അല്ലേ? നമ്മൾ എവിടെന്നാ കഴിക്കുക ദോശ? സ്വാമി ഹോട്ടൽ. സ്വാമി ഹോട്ടൽ. നോട്ടെ, മുടി മുടി നോട്ടെ. ഓ, ഗ്ലാമർ ആയിട്ടുണ്ട്. നോക്കട്ടെ, വാ. ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ, ഗ്ലാമർ ആയോ? അമ്മച്ചി ഹാൻഡ് ബാഗ് ഇടുകയാണ് ഇപ്പൊ. അവനൊന്ന് പറയണമെന്ന് ഭയങ്കര ആഗ്രഹം. വിരലിവിടെ കാണണ്ടോടാ? ഇല്ല. ഓക്കെ ആണോ? ഓക്കെ, വാ. കറക്റ്റ് 7 മണിക്ക് ഞങ്ങള് കൂട്ടിയിട്ട് ഇറങ്ങി. ഇനി എന്തായാലും ഒരു 9-9:30 ആകുമ്പോഴത്തേനും തിരിച്ചു വരണം. കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിക്കാം. അവിടെ എന്താണ് എന്നുള്ളത് അറിയില്ല, പിന്നെ എല്ലാരും കാണുന്നുള്ളതാവുമല്ലോ. മോനു വാ. പണി ചെറുതായിട്ട് പാളിയിട്ടുണ്ട്. ഞാൻ പറയണത് കേക്കുണ്ടോ അറിയില്ല. ഇവിടെ നല്ല മഴയല്ല, അത്യാവശ്യം മഴ പെയ്തു. പിന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ കോട്ട് എടുക്കാന്നുള്ള തല അത്ര പോയില്ല. അതുകൊണ്ട് ഇവിടെ തൽക്കാലം സൈഡിൽ നിർത്തിയിരിക്കുകയാണ്. കാരണം മോൻ്റെ ഹെൽമെറ്റും എടുത്തില്ല. അപ്പോൾ അവന് തൽക്കാലം എൻ്റെ ഹെൽമെറ്റ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളിവിടെ. നല്ല നനയുണ്ട്, മിക്കവാറും പണി പാളി. എനിക്കൊന്നുമില്ല. ഞങ്ങൾ ഇറങ്ങിയത് എന്തോ ഒരു സമയമായി പോയി കേട്ടോ. കാരണം ഞങ്ങൾ ഇറങ്ങി കല്ലായിലൊക്കെ എത്തിയ ആ സമയം നല്ല മഴ പെയ്തു. ഞങ്ങൾ അവസാനം അവിടെ ഒരു കപ്പാപ്പൊരി വിൽക്കണ ഒരു ചേട്ടൻ്റെ ഷെഡിൻ്റെ അടിയിൽ കയറിയിട്ട് നിന്നു കുറേ നേരം. പിന്നെ ആ ഭാഗത്ത് എവിടെയുള്ളൊരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ആള് പറഞ്ഞു കോട്ട് തരാൻ പോയിക്കോന്ന്. വേണ്ടാതെ ഒരുപാട് പറഞ്ഞെങ്കിലും ആള് സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങളൊരു കോട്ട് ഇട്ടിട്ട് അങ്ങനെ പോന്നു. കുറേയൊക്കെ ഭാഗം നനഞ്ഞിട്ടുണ്ട്. പോയ പനി പിന്നെയും വരുമോയെന്നൊരു ഡൗട്ട്. അപ്പോൾ മോനാണെന്നുണ്ടെങ്കിൽ ആ കോട്ട് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ആളെ എവിടെ പോയിട്ട് തപ്പുമെന്തെന്ന് അറിയില്ല. ആകെ വിഷമത്തിലിരിക്കുകയാണ്. പിന്നെ ഇവിടെ തളീൻ്റെ ഇവിടെ വന്നപ്പോൾ ഇവിടെ പരിപാടിയൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു മറ്റേ മാരിയമ്മൻ കോവിലിൻ്റെ ആ ഭാഗത്താണെന്ന് തോന്നുന്നുണ്ട് പരിപാടിക്കുള്ളത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തളീൻ്റെ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോവാമെന്ന് വിചാരിച്ചു. പിന്നെ തില്ലു ആകെ വിഷമത്തിലാണ്. കാരണം എൻ്റെ തലേൻ്റെ ഉള്ളിലിടുന്നൊരു ഇതുണ്ടായിരുന്നു, ഹെയർ ബാൻഡ്. അപ്പോൾ അത് പോയി, ഹെൽമെറ്റിൻ്റെ ഉള്ളിലിടുന്നത്. അപ്പോൾ അത് പോയിട്ട് എടുക്കാമെന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലേ, തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഒരു സാധനം മിസ്സായാൽ ഭയങ്കര ടെൻഷൻ തന്നെയാണ്.
Yeah, Osha is on the way. ഞാൻ നല്ല പൂരും വാരും പറഞ്ഞോ. എനിക്ക് വായിൽ വെള്ളം വരുന്നു. ഞങ്ങളിന്ന് വന്നിട്ടേ സത്യം പറഞ്ഞാൽ വെറുതെ ആയിപ്പോയി. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയപാടെ മഴ കിട്ടി. അത് കഴിഞ്ഞിട്ട് പാവ ആ ചേട്ടൻ കോട്ട് തന്നോണ്ട് എങ്ങനെയോ ഞങ്ങള് താളി എത്തിയപ്പോ പിന്നെയും മഴ പെയ്യണു. തൽക്കാലം അവിടെ നിന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങി കേട്ടോ. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല. ഇന്നത്തെ ദിവസം അങ്ങനെ ആയിപ്പോയി. എന്തായാലും കുഴപ്പമില്ല. ഞാൻ മോനിത് അവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഒരു ദിവസം വരാം കേട്ടോ. ഓക്കെ അല്ലേ? പോയ പനി ഇനി വരൂലായിരിക്കും കേട്ടോ. കാരണം വന്നിട്ടുണ്ടെങ്കിൽ ആ പൂതി അങ്ങോട്ട് മാറിക്കിട്ടും. ഞാൻ ശരിക്കും ഉദ്ദേശിച്ചത് തളി അമ്പലത്തിന്റെ അവിടെ എന്താണ് കുളത്തിന്റെ അവിടെയൊക്കെ പരിപാടി ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അതില്ലാന്ന് തോന്നുന്നു. ഇനി എനിക്ക് തെറ്റതാണെന്നുള്ളത് അറിയില്ല. കുഴപ്പമില്ല, ചില ദിവസങ്ങൾ ഇങ്ങനെയാണല്ലോ. ഇനി എന്തായാലും വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങട്ടെ. അപ്പൊ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഇല്ലൊരു ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്.